From Dubai. So, SM Travel Stories-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് UAE വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഷാർജയിലാണ്. ചേട്ടൻ നല്ല അടിപൊളിയൊരു സ്റ്റേ ഒക്കെയാണ് നമുക്ക് റെഡിയാക്കി തന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഇന്നലെ വന്നിട്ട് ആകെ ടയേർഡായിരുന്നു. അതുകൊണ്ട് ഇന്നലെ നമുക്ക് കുറേ വേറെ ഒത്തിരി സ്ഥലത്തൊന്നും പോകാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങുവാണ്. അത് നമ്മൾ ഇന്നലത്തെ കാര്യം പറഞ്ഞപ്പോൾ ടയേർഡായിട്ട് ഇറങ്ങുന്നത് പറഞ്ഞാൽ വെച്ചാൽ നമ്മുടെ വെളുപ്പിനെ വന്ന് നേരെ നമ്മൾ പോകുമായിരുന്നു. സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മളും ടയേർഡ്, കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അധികം മറ്റേ ഹറിബറി ആയിട്ടുള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ച് സ്ലോ ആയിട്ട് കാണാവുന്നെല്ലാം കവർ ചെയ്തിട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പം നമ്മൾ നെച്ചു ബേബി ഇവിടെ റെഡി ആയിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും റെഡിയാകുമായിരുന്നു രാവിലെ. അപ്പം നമ്മൾ അവളെ ആദ്യമേ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി അവളിപ്പോൾ ഉറങ്ങും. അപ്പോൾ അവളുടെ ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോൾ അങ്ങ് എടുത്തിട്ട് പോയാൽ മതിയല്ലോ. എടുക്കുമ്പോഴും ഉണരും, അന്നേരം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പരിപാടി സഫാരി പാർക്ക്, ദുബായ് സഫാരി പാർക്ക്. നമ്മൾ ഷാർജയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. കാരണം ഷാർജ സഫാരി പാർക്കുണ്ട്, അവിടെയല്ല ദുബായ് സഫാരി പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരെ ഒരു സഫാരി പാർക്കിൽ പോയിട്ട് വിശേഷം എല്ലാവരും റെഡിയായി. ഞങ്ങളിനി ബേബി എടുത്തിട്ട് ഇറങ്ങിയിട്ട് പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ട് പറഞ്ഞതിലും നേരത്തെ തന്നെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. നച്ചു ബേബി ആസ് യൂഷ്വൽ എടുത്തപ്പോഴേ തന്നെ ഉണർന്നു. വണ്ടിക്കത്തിരിപ്പുണ്ട്. ചേട്ടൻ, രേവതി, അച്ഛൻ്റെ എഴുതി, നച്ചു ബേബി, ഞാൻ, ഏട്ടൻ, അമ്മ എല്ലാവരും വണ്ടിക്കകത്ത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. ദുബായിയുടെ റോഡുകളിലൂടെ ഞങ്ങളങ്ങനെ സഫാരി പാർക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പാർക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സിംഹമുണ്ട്. സിംഹം ഉണ്ണുന്നതിന് മുമ്പ് പോയി ചെന്നാൽ നമുക്ക് ഉണ്ണാം, ഇല്ലെങ്കിൽ സിംഹം ഉണ്ട്. ഉണ്ടാവട്ടെ. ഇതാ സിംഹം. ഇതെല്ലാം സോളാർ പാൻ. ഈ റൂഫെല്ലാം സോളാർ പാനല്ല. ഇവിടത്തേക്കുള്ള കുറച്ച് കറണ്ടുകൾ അതിൽ നിന്ന് ഞങ്ങൾ സഫാരി പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയം നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ ദുബായ് സഫാരി പാർക്കിൽ എത്തിയിരിക്കുകയാണ്. നെച്ചു ബേബി ഇച്ചിരി കലിപ്പിലാണ്. വേറൊന്നുമല്ല, ഈ സ്ട്രോളറിനകത്ത് കൊണ്ട് ഇരുത്തിയതിൻ്റെ ഒരു കലിപ്പാണ്. ആദ്യമായിട്ടാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ടിക്കറ്റ് 50 AED റേഞ്ച് അത്രയും കണ്ടാന്ന് തോന്നുന്നു. തെറ്റാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇത് താഴെ വന്ന് കമൻറ്റ് ഇട്ടോളൂ. ഞങ്ങളല്ല എടുത്തത്. അത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി. അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് വണ്ടിയിൽ പോകാം, അവർ മറ്റേ ഇത് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം. ഞങ്ങൾ നടന്നു പോകാനുള്ള ഒരു ഓപ്ഷനാണ് എടുത്തത്. ആദ്യത്തെ ആവശ്യത്തിൽ ചാടിക്കയറി എടുത്തതാണ്. അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാം. ആഫ്രിക്കൻ വില്ലേജ് എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്കാണ് ആദ്യം നമ്മൾ കയറി എത്തുന്നത്. അപ്പോൾ ഈ ഒരു ദുബായ് സഫാരി പാർക്കിൽ പ്രധാനമായിട്ടും 5 വില്ലേജുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ വില്ലേജ്, എക്സ്പ്ലോറർ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, അറേബ്യൻ ഡെസേർട്ട് സഫാരി, അൽവാദി. അതിൽ ഞങ്ങൾ ആദ്യം ആഫ്രിക്കൻ വില്ലേജിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആഫ്രിക്ക, മലാവി, മൊസംബിക്, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ. ന്യാല എന്ന് പേരുള്ള ആ മാനിനെ കണ്ട് മുമ്പോട്ട് വരുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് ബ്ലാക്ക് സ്വാനാണ്. അല്ല, കറുത്ത കളറിൽ ആരെയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ സാധനത്തിനെ കാണുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള നിരവധി ജന്തുജാലങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഇത്. ആഫ്രിക്കൻ ആന മുതൽ മീർക്കറ്റ് വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ കരസസ്തനികളിൽ ചിലത് ഇവിടെയുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നതൊക്കെയാണ് ഇവിടെ കടുത്ത ആഫ്രിക്കൻ എലിഫൻറ്റ്, വൈറ്റ് ലയൺ, മിക്സ്ഡ് അനുഭവം, അങ്ങനെ കുറേ സാധനങ്ങൾ അതൊക്കെ ഉണ്ട്. അതാണ് ആഫ്രിക്കൻ വില്ലേജിലുള്ളത്. അപ്പോൾ നമുക്ക് ആഫ്രിക്കൻ വില്ലേജിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് നോക്കാം എന്താ ഉള്ളത്.
അപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലുടനീളം കാണുന്ന കുരങ്ങുവർഗത്തിൽപ്പെട്ട ഒലിവ് ബബൂൺ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിസരത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല വെയിൽ വന്നാലും. ഇത് ഇൻക്ലൂഡിങ് നമ്മുടെ ഈ പാർക്കിൻ്റെ അകത്ത്, സൂവിൻ്റെ അകത്ത്, അവരുടെ ഇവയ്ക്കകത്തൊക്കെയുള്ള അവിടെയൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം. ഇതിൻ്റെ അകത്ത് ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് ഏകദേശം ചൂടിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ ഹൈന എന്ന് പറയുന്ന, നമ്മൾ മലയാളത്തിൽ കഴുതപ്പുലി എന്ന് പറയുന്ന ജീവിയാണ്. പല ടൈപ്പിലുള്ള ആഫ്രിക്കൻ ഹൈനാസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാത്തിനെയും കാണാനായിട്ട് പറ്റുന്നില്ല, കാരണം മൃഗങ്ങളാണല്ലോ, അവരതിൻ്റെ പാട്ടിന് അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണാൻ പറ്റിയതിനെയൊക്കെ നിങ്ങൾക്കൂടെ വേണ്ടിയിട്ട് ക്യാമറയിൽ പകർത്താനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വന്ന ആഫ്രിക്കൻ ലയൺ, വൈറ്റ് ലയൺ എന്ന് പറയുന്ന സിംഹത്തിനെയാണ്. പക്ഷേ ഇതിനെ സ്പോട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയ പാടാണ്. ആ കൂടിൻ്റെ അങ്ങേയറ്റത്താണ് പോയി നിൽക്കുന്നത്. പോരാത്തതിന് വൈറ്റ് കളറും ആ ഭിത്തിയുടെ കളറും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് തന്നെ സ്പോട്ട് ചെയ്യാൻ വലിയ പാടായിരുന്നു കണ്ണുകൊണ്ട് തന്നെ. അപ്പം ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൂ നമുക്ക്. അടുത്ത നമ്മൾ നച്ചുവിൻ്റെ അവളുടെ അമ്മാവൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ആനകൾ. നച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്, അവളുടെ അമ്മാവനും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആഫ്രിക്കൻ ആനയാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കരയിലെ ഏറ്റവും വലിയ സസ്തനികളാണ് ഈ ഒരു ആഫ്രിക്കൻ ആനകളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നമുക്ക് നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇവിടെ നിന്ന് ഇതിനെ കാണുന്നുണ്ടായിരുന്നു. ഇനി കാണാനുള്ള സെർവൽ എന്ന് പറയുന്ന ഒരു കാട്ടുപൂച്ച ഇനത്തിൽപ്പെടുന്നതാണ്. ഇതിന് ക്ലിയർ അല്ല, കാരണം ചെറിയ ഗ്രില്ലുള്ള കൂടിൻ്റെ അകത്ത് ഇട്ടായിരുന്നു. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് വിഷ്വൽ എടുക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും കാണാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഇനി ബേർഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പം കാഴ്ച ഒന്നും കാണാനില്ലാത്തപ്പോഴത്തേക്കിനും നച്ചു ബേബി ഇതേ വഴക്കാണ്. മൃഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾ ഓക്കെയാണ്, പക്ഷെ കാണാനില്ലാത്തപ്പോഴത്തേക്കിനും ആൾ വഴക്കിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ബേർഡ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത്രയും നേരം മൃഗങ്ങളായിരുന്നു ഒരു ബൗണ്ടറിക്കകത്ത്, കൂട്ടിനകത്ത് പോലെ ഉണ്ടായിരുന്നത്. നമ്മൾ പുറത്തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് നമ്മളൊരു ബൗണ്ടറിയിലേക്ക് വന്ന, അല്ലെങ്കിൽ നമ്മളാണ് ഇങ്ങനെ കൂട്ടിനകത്ത് നടക്കുന്നവർ നടക്കുന്നത്. അവർ സ്വതന്ത്രരാണ്, പക്ഷികൾ ഇവിടെ സ്വതന്ത്രമായിട്ട് നടക്കുകയാണ്. നമ്മളാണ് ഒരു അകലം പാലിച്ച് അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്ക് ഉള്ളിലൂടെ നടന്ന് അവരെ കാണാൻ പോകുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു. കണ്ടോ, നമ്മൾ കൂട്ടിലേക്ക് കയറുകയാണ് ശരിക്കും ഇവിടെ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ബേർഡിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ആഫ്രിക്കൻ മക്കാവോസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു, അടുത്തും കാണാമായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു ഇത്ര അടുത്ത് കാണാൻ. ഇത്ര അടുത്ത് അങ്ങനെ കണ്ടിട്ടില്ല. നച്ചും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടു, പേരൊക്കെ പറഞ്ഞെങ്കിലും ഇനി അങ്ങോട്ട് എല്ലാത്തിൻ്റെയും പേരൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം എല്ലാത്തിൻ്റെയും പേര് നമുക്ക് അറിയില്ല, ഇവരങ്ങനെ എഴുതി വെച്ചിട്ടുമില്ല. കാരണം പക്ഷികളെല്ലാം ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുകയാണല്ലോ. അതുകൊണ്ട് എവിടെ പക്ഷി ഏതിനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണാൻ പറ്റുന്നതിനൊക്കെ മാക്സിമം നിങ്ങളിലേക്കൂടെ ഞങ്ങൾ എത്തിച്ചേരാം. നമ്മുടെ നാട്ടിലെ നീർക്കാക്ക ആണെന്ന് തോന്നുന്നു, പേരൊന്നും അറിയത്തില്ല. എന്നാലും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ അതിനൊന്നും പേടിയൊന്നുമില്ല, ആൾക്കാർ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. പിന്നെ വേണ്ട മയിൽ പോലും കണ്ടോ, നമുക്ക് അടുത്താണ്. പക്ഷേ ആരും എൻ്റെ ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് അടുത്തേക്ക് പോയി തൊടാനൊന്നും പോകുന്നില്ല. പക്ഷേ അതുങ്ങൾക്കാണെങ്കിലും അതിൻ്റെ പേടിയൊന്നുമില്ല, എല്ലാം സ്വതന്ത്രമായിട്ട് അവർ വിശ്രമിക്കുകയാണ്. ആണും പെണ്ണും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കറങ്ങി ഇപ്പോൾ ഇവിടെയുള്ളൊരു ടവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണേ. ആഫ്രിക്കയിൽ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരുതരം മരമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ റിപ്ലിക്കയാണ്. ഇതിനകത്ത് ലിഫ്റ്റാണ്. അതിൽ ഒരു തൂക്കുപാലമുണ്ട്.
തൂക്കുപാലത്തിൽ കൂടെ നമുക്ക് അങ്ങോട്ട് വന്നില്ല. അപ്പോൾ ആ തൂക്കുപാലത്തെ കൂടെ കയറിയിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് വേറൊരു ടവറിൻ്റെ പോലത്തെ പോർഷനിലായിട്ട് ഞങ്ങൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെയോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിനും ശരിക്കും നമുക്ക് ഭയങ്കര ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. കാരണം പുറത്തുള്ള പോലത്തെ ആദ്യം നമ്മൾ നടന്ന പോർഷനിലെ പോലത്തെ വെയിലൊന്നുമില്ല, നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പൊക്കെ ഉള്ള പോലത്തെ ഒരു പ്രത്യേക നല്ല രസമായിരുന്നു നടക്കാനായിട്ട് ഇതിനകത്തൂടെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടുതലും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ചേട്ടനാണ്. അതുകൊണ്ട് ചേട്ടൻ ഇതിൻ്റെ മാക്സിമം വിഷ്വൽ ബ്യൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ശരിക്കും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ഒരു മൊത്തം ആ ഒരു പണിതിരിക്കുന്ന രീതി ശരിക്കും അടിപൊളിയാണ്. നമുക്കൊരു കാട്ടിനകത്തൊക്കെ ചെന്ന് കയറിയ പോലത്തെ ഒരു ഫീല് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളിതുവരെയും ഈ ഒരു സഫാരി പാർക്കിൻ്റെ ഒരൊറ്റ വില്ലേജ് മാത്രമേ കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 5 വില്ലേജുകളും കൂടെ കാണാനുണ്ട്. ഇതുപോലെ ഒരുപാട് പക്ഷികളെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ നമുക്ക് കണ്ണിന് കാണാം, മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടായിരുന്നു. ഞങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റുന്നതിനൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റോറിലൂടെയാണ് അവർ പുറത്തേക്ക് ഇറക്കി വിടുന്നത്. എക്സിറ്റ് അങ്ങനെ ഒരു സ്ഥലത്തൂടെയാണ്. കാരണം അവിടെ ഇങ്ങനെ ഒത്തിരി കളിപ്പാട്ടങ്ങളും പാവകളും ഒക്കെ പറ്റി നമ്മുടെ പിള്ളേർക്കൊക്കെ പറ്റുന്ന രീതിയിലത്തെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ കുറേ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സൂവുമായിട്ട് ബന്ധപ്പെട്ട് ജീവികളുടെ. അപ്പോൾ ഇതിങ്ങനെ ഈ പാർക്കിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത് ഗൊറില്ല ഹൗസിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗൊറില്ല ഹൗസിനകത്തേക്ക് കയറി. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഗൊറില്ലയെ ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു ചില്ലുകൂടിൻ്റെ അകത്തായിരുന്നു അത് കിടന്നിരുന്നത്. കാണാമോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് എന്തോ അവിടെ കിടക്കുന്നതായിട്ട് കാണാമായിരുന്നു. റിഫ്ലക്ഷൻ കൂടെ അടിച്ചിട്ട് ശരിക്കും അങ്ങ് കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പേരും നാളും അറിയാത്ത നിരവധി ജീവികളൊക്കെ കണ്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്കിനും ഫൈനലി ഞങ്ങളൊരു ഹിപ്പോക്കുട്ടനെ കണ്ടു. അതേ വെള്ളത്തിലിങ്ങനെ അടുത്ത് വന്നത്. ആൾക്കാരൊന്നും ഒരു പേടിയില്ല നിങ്ങൾക്ക്, നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം നമുക്കിങ്ങനെ ഭയങ്കര അടുത്ത് കാണാൻ പറ്റുന്നത്. നോക്കി എത്ര അടുത്താണ് കാണുന്നതെന്ന്. നല്ല രസമുണ്ടായിരുന്നു അതിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്. ഇതിപ്പോൾ ജിറാഫ് സ്റ്റേഷൻ. ഇതിപ്പോൾ 2ാമത്തെ പാർക്കായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഉച്ചവരെയുള്ള പ്രോഗ്രാമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പോൾ വൈകുന്നേരമായിട്ട് പോലും ഇത് തീർന്നിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ജിറാഫിനെ കാണുന്ന പോർഷനിലെത്തി. ഇവിടെ നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ആക്ച്വലി. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ചെയ്യുമായിരുന്നു നച്ചു ബേബി കുറച്ചും കൂടെ ഹാപ്പി ആയേനെ. പക്ഷെ നമുക്കത് മിസ്സായിപ്പോയി. നമുക്കിപ്പോൾ ഒരു ലൈവ് ഷോ ഉണ്ടായിരുന്നു. ബേഡ്സിൻ്റെ ഒരു ഷോ ആണ്. 4 മണിക്ക് സ്റ്റാർട്ടാവും. നമ്മൾ കറക്റ്റ് ടൈമിലാണ്. ഹായ് ഗായ്സ്, പക്ഷികളുടെ ഒരു ഷോ ആണ്. Amazing, right? Was fast, but don't worry guys, we have more to come in store. Ladies and gentlemen, welcome to Dubai Safari Park, especially here, and a bird of prey presentation. By the way, are you ready to see some birds today? No. Great. Since you're ready, let's welcome on stage our bird visitor. And let me call here on Hamdan, our latest spotted eagle. Yes. Now on stage, in front of you, this is Hamdan. And Hamdan is our lesser spotted eagle. You know, these birds are very known and famous in many European countries, even in the area and in the East. But you know, UAE
winter, they prefer to migrate to Africa, where they can find communities weather for them. Now during this segment, I want you to focus your eyes on the middle of the stage, and let's see what the trainer is throwing food on the floor. Yes. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷോ നടത്താൻ നേരത്ത് ഇങ്ങനൊരു തുറന്ന ഗ്രൗണ്ടിൽ നടത്തുന്നത് നമുക്കത്ര ഗുണം ചെയ്യത്തില്ല. കാരണം കാണുന്ന ആൾക്കാർക്ക് പലർക്കും പക്ഷിനെ അടുത്ത് കാണാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല. പലപ്പോഴും ഇത് നമ്മൾ അകലെ ഇരുന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷ്വൽസിൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് പരുന്തും കഴുകനും അങ്ങനത്തെ ജീവികളെയാണ് ഇവർ കാണിക്കുന്നത്, പക്ഷികളെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഷോയ്ക്കകത്ത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ഏരിയ വേണം എന്നുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. എന്തായാലും നമ്മുടെ വിഷ്വലിനകത്ത് കിട്ടുന്ന രീതിയിൽ പലപ്പോഴും പക്ഷികളെ അടുത്ത് കിട്ടുന്നില്ല. Here she is. Wow. അപ്പോൾ ഞങ്ങൾ ആ ഷോ ഒക്കെ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങളെക്കാളും എൻജോയ് ചെയ്തത് നച്ചിക്കുട്ടനായിരുന്നു. അവൾ എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല, അവരുടെ അനൗൺസ്മെൻ്റ് ആണോ പക്ഷികളെ കണ്ടിട്ടാണോ, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ ഒരു സഫാരി പാർക്കിനകത്തൊക്കെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലുള്ള ഷോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഷോസൊന്നും കണ്ട എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷേ ഞങ്ങൾ തായ്ലൻഡ് പോയപ്പോഴും ഇതേപോലെ സഫാരി പാർക്കിൽ നമ്മളിങ്ങനെ കുറേ ദൂരം നടന്നിങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ എവിടെയെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണല്ലോ. പക്ഷേ തായ്ലൻഡിൽ അത്ര ഒരു രസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അത്ര രസം തോന്നില്ല. കാരണം ഏട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കി ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സഫാരി പാർക്ക് ശരിക്കും വലിയൊരു ഏരിയയിൽ പരന്ന് കിടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇപ്പോഴും തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയും തീർന്നിട്ടില്ല. ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.